നമുക്കൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാവേ, വാ. ആയിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയ ബീഫ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 വിസിലടുപ്പിച്ച് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ഒരു 6 വിസിലടുപ്പിച്ച് വെന്ത് റെഡി ആയിട്ടിരിക്കണേ. അപ്പോഴത്തേക്കും ഞാൻ ഒരു 4 സവോള നല്ല കട്ടി കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ, ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാവേ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ഇട്ട് കൊടുക്കാവേ. സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാവേ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. നമുക്കേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് മുളക് പൊടി, ഓൾറെഡി ഞാൻ ബീഫ് റെസിപ്പി ഇട്ടാണേ. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല ഇടാവേ. ഒരു 1 സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1 സ്പൂൺ മല്ലിപ്പൊടിയെ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാവേ. നന്നായിട്ട് ഇളക്കിയിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കേട്ടോ. ഇപ്പോഴത്തേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മീറ്റ് ഇവിടെ ഇരിപ്പണ്ടേ, അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ദേ നമ്മുടെ അടിപൊളി ബീഫ് ഇവിടം വരെ ആയിട്ടോ. ഇനി നമുക്കിതിന് എന്നാ ചെയ്യണമെന്ന് അറിയോ? നന്നായിട്ട് ഫുൾ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി പറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. കപ്പ ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് എൻ്റെ പ്ലാന്. അപ്പം നന്നായിട്ട് ഇളക്കി ഇത് കണ്ടില്ലേ. ഇനി ഇത്രയും വെള്ളം പറ്റാനുണ്ടേ. അപ്പം അങ്ങനെ ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി അതിനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നല്ല ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി, ഇല്ല ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ തിളയ്ക്കുന്ന തിള കണ്ടോ? നമുക്കേ നല്ല ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക് 1 സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്താലോ? ഏകദേശം നന്നായിട്ട് പറ്റി വരണ്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കുരുമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കാവേ. ഇതേ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കാൻ നേരത്തെ നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പം നന്നായിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ വരണ്ട് നല്ല ഡ്രൈ ആയിട്ട് വരുവേ. അപ്പം അത്രേ ഉള്ളേ, നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബൈ.